അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 2ാം ക്ലാസ് അഖീദ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി, ഈമാൻ കാര്യങ്ങളിൽ നിന്ന് വിട്ടത് പൂർത്തിയാക്കാം. ഇവിടെ 6 കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങളായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തതും 6ാമത്തതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള 2, 3, 4, 5 ഈ കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തി എഴുതാനുള്ളത്. അതിൻ്റെ ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5ാമത്തെ പേജ് അഥവാ 2ാമത്തെ പാഠം അൽ ഈമാൻ എന്നുള്ള പാഠത്തിൽ ഒരു ബോക്സിലാക്കിയിട്ട് ഈമാൻ കാര്യങ്ങൾ 6 കൊടുത്തിട്ടുണ്ട്. ഒന്നിവിടെ ഏതാ, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നിവിടെ ഉണ്ട്. ആ ബോക്സിൽ നമുക്ക് നോക്കിയാൽ കാണാം. 2ാമത്തത് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. 3ാമത്തത് അതിൻ്റെ തൊട്ടുതാഴെ അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക. 4ാമത്തത് അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക. 5 അവസാന നാളിൽ വിശ്വസിക്കുക. 6ാമത്തത് ഇവിടെ ഉണ്ട്, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ 2, 3, 4, 5 ഇവയാണ് എഴുതാനുള്ളത്. ഇങ്ങനെ ഈമാൻ കാര്യങ്ങൾ നമ്പർ ഇട്ടിട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓർഡർ തെറ്റാതെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ഓർഡർ തെറ്റാതിരിക്കാനാണ് 1ഉം 6ഉം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓർഡർ തെറ്റിയാൽ, ഇങ്ങനെ കൊടുത്തിട്ട് ഓർഡർ തെറ്റിയാൽ ചിലപ്പോൾ മാർക്ക് പോകും. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഈമാൻ കാര്യങ്ങൾ: 1 അള്ളാഹുവിൽ വിശ്വസിക്കുക. നമ്മൾ എഴുതി കൊടുക്കാനുള്ളത് 2 അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. 3 അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക. 4 അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക. 5 അവസാന നാളിൽ വിശ്വസിക്കുക. 6 ഇവിടെ ഉണ്ട്, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. 2ാമത്തെ ആക്ടിവിറ്റി, യോജിച്ചവ ചേർക്കാം. ഇവിടെ 6 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലും അവസാനമൊക്കെ വിട്ടുപോയ വാക്കുകളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ആ വാക്കുകൾ ബ്രാക്കറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചോദ്യങ്ങൾ വായിച്ച് അതിനോട് ഓരോ വാക്കുകളും ഇങ്ങനെ യോജിപ്പിച്ച് വായിച്ച് നോക്കിയാൽ തന്നെ ആൻസർ കിട്ടും. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഓപ്ഷൻസുകൾ നോക്കൂ. മാത്രമേ, നൽകുന്നത്, കൂട്ടുകാരില്ല, ജീവിപ്പിക്കുകയും, ആഹാരം, സർവശക്തനാണ്. ഇനി ചോദ്യങ്ങൾ നോക്കൂ. ഒന്നാമത്തത് എന്താ? എല്ലാ ജീവികൾക്കും ഡാഷ് നൽകുന്നത് അള്ളാഹുവാണ്. നമുക്ക് നോക്കിയാൽ ആൻസർ ഇതിൽ കാണാം. അതിൻ്റെ ആൻസറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 7ാമത്തെ പേജ് പാഠം 3 അത് തുറന്നു നോക്കിയാൽ അള്ളാഹു എന്ന പാഠം ഉണ്ടല്ലോ. ഇവിടെ 6 ചോദ്യം അള്ളാഹുവിനെ കുറിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഈ പാഠത്തിലുണ്ട്. ഇവിടെ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ആ പേജിലെ 5ാമത്തെ വരിയിലതാ, എല്ലാ കഴിവുകളും നൽകുന്നത് അവനാണ്. അതിനുശേഷം നോക്കൂ, എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നത് അവനാണ്. അപ്പോൾ ഇവിടെ എല്ലാ ജീവികൾക്കും കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആഹാരം എന്നാണ്. നമ്മുടെ ഓപ്ഷൻസിൽ 5ാമത്തെ ഓപ്ഷൻസ് അതാ ആഹാരം എന്നവിടെ ഉണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇനി 2ാമത്തെ ചോദ്യം എന്താ? അള്ളാഹു ഡാഷ് മരിപ്പിക്കുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നും ഇങ്ങനെ കൂട്ടി വായിച്ച് നോക്കിയാൽ മതി. ഓരോ ചോദ്യം വായിച്ച് ഓരോ അതിൻ്റെ ഓപ്ഷൻസുകൾ ഇങ്ങനെ കൂട്ടി ഓരോന്ന് വായിച്ച് നോക്കുക. അപ്പം തന്നെ ഉത്തരം നമുക്ക് യോജിക്കുന്നത് കിട്ടും. അതിൻ്റെ ഉത്തരം കിട്ടാൻ നമ്മളിപ്പോൾ ആൻസർ പറഞ്ഞല്ലോ, അതിൻ്റെ തൊട്ടപ്പുറത്തതാ അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഉത്തരം കിട്ടി. അള്ളാഹു ജീവിപ്പിക്കുകയും എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. മരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആൻസറായി. ഇനി 3ാമത്തത് എന്താ? എല്ലാ കഴിവുകളും ഡാഷ് അള്ളാഹുവാണ്. അതാ അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ച് വായിച്ച് നോക്കിയാൽ കിട്ടും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആൻസറിൻ്റെ അതേ വരിയിൽ തന്നെ ഉണ്ട്. ആദ്യം തുടങ്ങുന്നത് തന്നെ അതാണ്, എല്ലാ കഴിവുകളും നൽകുന്നത് അവനാണ്. അപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നൽകുന്നത് എന്നാണ്. നമ്മുടെ ഓപ്ഷൻസിൽ 2ാമത്തതാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാ കഴിവുകളും നൽകുന്നത് അള്ളാഹുവാണ്. ഇനി 4ാമത്തെ ചോദ്യം എന്താ? അള്ളാഹു ഉദ്ദേശിച്ചത് ഡാഷ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോന്നും യോജിപ്പിച്ച് വായിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും. ഇവിടെ ഉത്തരം കിട്ടാൻ വേണ്ടി നോക്കൂ, ഇതിലെ 4ാമത്തെ വരിയിലതാ അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മളവിടെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താ? അള്ളാഹു ഉദ്ദേശിച്ചത് കഴിഞ്ഞിട്ട് മാത്രമേ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ നമ്മൾ ഓപ്ഷൻസിൽ 1ാമത്തതാണ് അതിൻ്റെ ഉത്തരം. അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ, അള്ളാഹുവിന് ഡാഷ്. അപ്പോൾ ഇതിൽ ഓരോന്ന് വായിച്ചു നോക്കുക.
ഏതാണ് ആൻസർ? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പാഠത്തിൽ തന്നെ ആദ്യ വരിയിൽ തന്നെ പറയുന്നുണ്ട്. എന്താ? അല്ലാഹു തആല ഒരുവനാണ്, അവനെപ്പോലെ വേറെ ആരുമില്ല, അവന് കൂട്ടുകാരില്ല. അപ്പോൾ അള്ളാഹുവിന് എന്താണ് ബാക്കി ചേർത്ത് കൊടുക്കേണ്ടത്? കൂട്ടുകാരില്ല. നമ്മുടെ ഓപ്ഷൻസിലതാ മൂന്നാമത്തത് കൂട്ടുകാരില്ല. അതാണ് അതിൻ്റെ ആൻസർ. ഇനി ആറാമത്തെ ചോദ്യം, അള്ളാഹു ഡാഷ്. അതിനോട് യോജിക്കുന്നത് ഏതാ? അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ അതേ ഭാഗത്ത് അവസാനത അവൻ സർവശക്തനാണ് എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ അവസാനത്തത് അതാ സർവശക്തനാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ, അള്ളാഹു സർവശക്തനാണ്. നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. 1, എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നത് അള്ളാഹുവാണ്. 2, അള്ളാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. 3, എല്ലാ കഴിവുകളും നൽകുന്നത് അള്ളാഹുവാണ്. 4, അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 5, അള്ളാഹുവിന് കൂട്ടുകാരില്ല. 6, അള്ളാഹു സർവശക്തനാണ്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ? പൂർത്തിയാക്കാം. ഇവിടെ 4 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ അവസാന ഭാഗം പൂർത്തിയാക്കി കൊടുക്കാനാണ്. എന്താ ഒന്നാമത്തെ ചോദ്യം? ആരാധനക്ക് അർഹൻ ഡാഷ്. നമ്മൾ ആ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ ആ ഉത്തരം വരുന്നുണ്ട്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7ാമത്തെ പേജിൽ പാഠം 3 അള്ളാഹു, അതിൽ നമ്മൾ അവസാന ഭാഗത്തത് പറയുന്നു ആരാധനക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്. അപ്പോൾ ആരാണ് ആരാധനക്ക് അർഹൻ? അവിടെ നമ്മൾ ചേർത്തെടുക്കേണ്ടത് അള്ളാഹു മാത്രമാണ് എന്നാണ്. അതാണ് ആൻസർ. ഇനി 2ാമത്തെ ചോദ്യം എന്താ? അള്ളാഹുവിനെ അല്ലാതെ യാതൊന്നിനെയും എന്ത് ചെയ്യാൻ പറ്റൂല? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആൻസറിൻ്റെ തൊട്ടപ്പുറത്തത് പറയുന്നു അവനെയല്ലാതെ എന്ന് പറഞ്ഞ നേരത്തെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അവനെയല്ലാതെ യാതൊന്നിനെയും ആരാധിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ ചോദ്യത്തിൽ അള്ളാഹുവിനെയല്ലാതെ യാതൊന്നിനെയും എന്നുണ്ട്. അപ്പോൾ ബാക്കി ചേർത്ത് കൊടുക്കേണ്ടത് എന്താ? ആരാധിക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിനെയല്ലാതെ യാതൊന്നിനെയും ആരാധിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ആൻസർ കൃത്യമായി. ഇനി 3ാമത്തെ ചോദ്യം എന്താ? മുസ്ലിങ്ങളെ അള്ളാഹു ഡാഷ്. എന്താണ് അവിടെ ചേർത്തെടുക്കേണ്ടത്? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് 3 അഥവാ 1ാമത്തെ പാഠം അൽ ഇസ്ലാം എന്നുള്ള പാഠത്തിൽ അവസാന പാരഗ്രാഫിൽ അത് പറയുന്നു. എന്താണ്? മുസ്ലിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ മുസ്ലിങ്ങളെ അള്ളാഹു എന്നുണ്ട്. അപ്പോൾ നമ്മളത് ലാസ്റ്റ് ചേർത്തെടുക്കേണ്ട വാക്കെന്താ? ഇഷ്ടപ്പെടും എന്നാണ് അവിടെ ചേർത്തെടുക്കേണ്ടത്. മുസ്ലിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും. ഇനി 4ാമത്തത് എന്താ? മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഡാഷ്. അവിടെ ഒരു വാക്ക് ചേർത്തെടുക്കാണ്ട് എന്താണ് ചേർക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരത്തിൻ്റെ തൊട്ടപ്പുറത്തതാ നോക്കൂ, മുസ്ലിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞിട്ട് അവർക്ക് അവൻ സ്വർഗം നൽകും. ആർക്ക്? മുസ്ലിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും എന്ന് ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾക്ക് അവൻ സ്വർഗം നൽകും. അപ്പോൾ എങ്ങനെ ഇവിടെ ഉത്തരം എഴുതേണ്ടത്? മുസ്ലിങ്ങൾക്ക് അള്ളാഹു, അവിടെ നമ്മൾ ചേർത്തെടുക്കേണ്ടത് സ്വർഗം നൽകും എന്നാണ്. മുസ്ലിങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകും. നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. 1, ആരാധനക്ക് അർഹൻ. അവിടെ ചേർത്തെടുക്കേണ്ടത് എന്താ? അള്ളാഹു മാത്രമാണ്. 2, അള്ളാഹുവിനെ അല്ലാതെ യാതൊന്നിനെയും. അവിടെ ചേർത്തെടുക്കേണ്ടത് ആരാധിക്കാൻ പാടുള്ളതല്ല. 3, മുസ്ലിങ്ങളെ അള്ളാഹു. അവിടെ ചേർക്കേണ്ടത് ഇഷ്ടപ്പെടും. 4, മുസ്ലിങ്ങൾക്ക് അള്ളാഹു. അവിടെ ചേർത്തെടുക്കേണ്ടത് സ്വർഗം നൽകും. ഇനി 4ാമത്തെ ആക്ടിവിറ്റി എന്താ? ഉത്തരം എഴുതാം. ഇവിടെ 3 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കാനാണ്. 1ാമത്തെ ചോദ്യം, ആരാണ് മുസ്ലിങ്ങൾ? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3ാമത്തെ പേജ് അഥവാ നമ്മളിപ്പോൾ പറഞ്ഞ 1ാമത്തെ പാഠം അൽ ഇസ്ലാം എന്നുള്ള പാഠത്തിലെ 3ാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു. തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ. അപ്പം എന്താണ് ആൻസർ ചെയ്തേണ്ടത്? ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് എന്ന് എഴുതിയാൽ മതി. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 2ാമത്തെ ചോദ്യം എന്താ? മുഅ്മിനുകൾ എന്ന് പറയുന്നു ആർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്? അതിൻ്റെ ഉത്തരം ഏതാണ്?
5-ാമത്തെ പേജ് 2-ാമത്തെ പാഠം അൽ ഈമാനു എന്നുള്ള പാഠത്തിൽ ആദ്യം തന്നെ പറയുന്നത് അതാണ്. വായിച്ചു നോക്കൂ. ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്താണ് അവിടെ ആൻസർ ചെയ്തേണ്ടത്? മുഅ്മിനുകൾ എന്ന് പറയുന്നു ആർക്ക്? അതിൻ്റെ ഉത്തരം ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് എന്ന് എഴുതിയാൽ, അല്ലെങ്കിൽ മുസ്ലിം ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്ക് എന്ന് എഴുതിയാലും ഉത്തരം തന്നെയാണ്. ഇനി 3-ാമത്തെ ചോദ്യം എന്താ? ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? ഈമാൻ കാര്യങ്ങൾ ഏതെല്ലാം എന്നല്ല ചോദിച്ചിട്ടുള്ളത്. ചിലപ്പം ചില കുട്ടികളൊക്കെ ഇവിടെ ഈമാൻ കാര്യങ്ങൾ എഴുതി വെക്കും. അതല്ല, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരത്തെ മുഅ്മിനുകൾ എന്ന് പറയുന്നു ആർക്ക് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ. അതിൻ്റെ തൊട്ട് താഴെ പേജ് നമ്പർ 5 ആ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് താഴെ അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ 6 അവക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മളതിങ്ങനെ എഴുതിയാൽ മതി. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ എഴുതുക, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ എഴുതിയാലും ഉത്തരമായി. ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. 1-ാമത്തെ ചോദ്യം, ആരാണ് മുസ്ലിങ്ങൾ? അതിൻ്റെ ഉത്തരം ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. 2, മുഅ്മിനുകൾ എന്ന് പറയുന്നു ആർക്ക്? അതിൻ്റെ ഉത്തരം ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്ക്. 3, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? അതിൻ്റെ ഉത്തരം അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി 7-ാമത്തെ ആക്ടിവിറ്റി നോക്കി എഴുതാം. 2 വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാക്ഷ്യപ്പെടുത്തുന്നു, അതുപോലെ ആരാധ്യൻ. ആ 2 വാക്കുകൾ എഴുതാനാണ്. നോക്കി എഴുതുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. അക്ഷരങ്ങൾ വിട്ടുപോകാതെ, ഫത്തഹ് കസ്റൊന്നും വിട്ടുപോകാതെ എഴുതുക. ഇവിടെ സാക്ഷ്യ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ചിലപ്പം ചില അക്ഷരങ്ങൾ വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ആരാധ്യൻ എന്നുള്ളിടത്ത് ആരാധൻ എന്നൊക്കെ എഴുതി വെക്കും. ആ ദ് എന്ന് കഴിഞ്ഞിട്ട് ഹാ അതേപോലെ യ, ആ 2 കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോഴാണ് ആരാധ്യൻ എന്നാവുക. അപ്പോൾ അത് നല്ല നേരെ നോക്കി കൃത്യമായി എഴുതി വെക്കുക. സാക്ഷ്യപ്പെടുത്തുന്നു, ആരാധ്യൻ എന്നാണ് ഇവിടെ 2 വാക്കുകളായിട്ട് വന്നിട്ടുള്ളത്. മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.